ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലൊരു പുൽക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണിത്. എല്ലാവരും കാണുക. ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുകയാണ്. ഇതിന് പുൽക്കൂട് എന്താണെന്ന് അറിയാവോ? എന്തുവാ പുൽക്കൂട്? ചൂക്കാണോ ഉണ്ടാക്കുന്നേ? അങ്ങനെ വീട്ടിൻ്റെ സൈഡിലായിട്ട് അയ്യത്ത് കുറച്ച് പുല്ല് തിന്ന് അങ്ങനെ കാട്ടിപ്പോയി കുറച്ച് പുല്ല് അരിഞ്ഞുകൊണ്ട് വന്ന് അങ്ങനെ ഞങ്ങളിത് വെയിലത്ത് ഉണക്കാനായിട്ട് വെച്ച്. ഇത് 4 സൈഡിൽ വെച്ച് അത് പറക്കത്തില്ല. പറക്കുവേ, കൈ പോവേ. തറയിൽ പോന്ന് മതി. ബാ, ഞങ്ങളുടെ വീടിൻ്റെ താഴെയായിട്ടൊക്കെ നല്ല കാടാണ്. അപ്പം ഞങ്ങൾ ആ കാടിൻ്റെ ഭാഗത്തായിട്ട് കൂടുണ്ടാക്കാനായിട്ടുള്ള കമ്പ് തിരക്കി പോയി. ഇത് ഏതാ കമ്പെന്ന് വെച്ചാൽ നമ്മൾ സൂര്യകാന്തിയെ പോലെ തന്നെ തോന്നിക്കുന്ന ചെടിയോ, അത് കാട്ടിലും കൂടുതൽ കാണാം, അവിടെയൊക്കെ കാണാം. അത് ഞങ്ങൾ താഴെ അയ്യത്തുണ്ടായിരുന്ന ആ ചെടിയാണത്. അടുത്ത് കയറുമെന്നോ? ഇനി കൂട് കെട്ടൽ പരിപാടിയിലോട്ട് കിടക്കാം. എൻ്റെ ഇടയ്ക്ക് കമ്പ് വീശിയപ്പോൾ എൻ്റെ തലയിലൊന്ന് കൊണ്ട് അതിനെനിക്ക് സ്നേഹിച്ച് തടവി തന്ന ഉമ്മയൊക്കെ തന്ന്. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാം. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുലിക്കൂടൊക്കെ ഉണ്ടായിരുന്നു. പുലിക്കൂടോ? മറന്നുപോയി. എന്താ പുൽക്കൂട്? പുൽക്കൂട്. വയസ്സായില്ലേ? ഒന്നെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള അല്ല, ഈ ചുമന്ന ഒരു സൈസ് പേപ്പർ കിട്ടും. ചുവപ്പ് മാത്രമല്ല, വെള്ള പല കളറുണ്ട്. അത് കൊണ്ടുവന്ന് ഫെവിക്കോൾ കൊണ്ടുവരും. എന്നിട്ട് പിന്നെ എന്താ ചെയ്യും, ഈർക്കല്, വലിയ ഈർക്കല് വെള്ളമുണ്ട്, അതെല്ലാം ഇങ്ങനെ ചെത്തി അതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട് ഓരെല്ലാം കളഞ്ഞിട്ട് ആ ഈർക്കല് ക്രോസായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ക്രോസായിട്ട് അത് പിടിക്കും. എന്നിട്ട് അതിനകത്ത് ലൈറ്റ് ഇറക്കി ബൾബിട്ട് രാത്രി കത്തിച്ച് വയ്ക്കും. അങ്ങനെ പഴയ ഒരു തുണി വെച്ചിട്ടാണ് ഞാൻ കൂട് 4 സൈഡും കെട്ടിയത്. അപ്പോഴത്തേനും ഒരാൾക്ക് അതിനകത്ത് കയറി വീടാന്നും പറഞ്ഞ് കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് എൻ്റെ അങ്ങനെ ഒരുവിധം ഒരു പുൽക്കൂട് പോലെ തോന്നിക്കുന്ന രീതി ഞാൻ സെറ്റ് ചെയ്തിട്ട് എൻ്റെ മുകളിൽ കമ്പ് ക്രോസായിട്ട് വെക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം വാങ്ങിച്ചതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ക്രിസ്മസ് ട്രീ ബാക്കി ചെയ്തത്. ഒരു 2 വർഷമായി ഈ ക്രിസ്മസ് ട്രീ വാങ്ങിച്ചിട്ട്. അതിനകത്ത് ചുറ്റും ഇതൊക്കെ ക്രിസ്മസിനായിട്ട് വാങ്ങിച്ചതാണ്. അതെല്ലാം എടുത്തിട്ട് സൈഡിലും ഒക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞ് യേശുവിനെ വാങ്ങിച്ച് പോയി. അതിനെ ഞങ്ങൾ പുൽക്കൂട്ടിലോട്ട് കിടത്താൻ പോവുകയാണ്. അങ്ങനെ 10 രൂപയ്ക്ക് പേപ്പർ സ്റ്റാർ കിട്ടി. ആ പേപ്പർ സ്റ്റാർ തൂക്കി. പിന്നെ വീട്ടിൽ നിന്ന് കുറേ LED ലൈറ്റ്, അങ്ങനത്തെ ലൈറ്റുകളുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ സൈഡിലോട്ടൊക്കെ തൂക്കിയിട്ട് കൊടുത്ത്. തലേണ വെക്കൂല. ഉണ്ണീഷിന് തലേന്ന് വെക്കട്ടെ. ഞങ്ങൾ പറ്റുന്ന പോലെ തന്നെ വീട്ടിൽ ഒരു പുൽക്കൂട് തയ്യാറാക്കി. ഞങ്ങൾക്ക് ആകെ ചിലവായത് 150 രൂപയാണ്. 10 രൂപയുടെ സ്റ്റാർ വെച്ച് 3 എണ്ണവും ആ ബോളും ഗിഫ്റ്റ് പോലത്തതും ഒരു 70 രൂപയായിക്കാണ്. പിന്നെ ഒരു ഉണ്ണി യേശു ഞങ്ങൾ വാങ്ങി 50 രൂപയ്ക്ക്. ഇതാണ് വാങ്ങിയത്. ബാക്കിയെല്ലാം വീട്ടിൽ പഴയ മുന്നേ ഫോട്ടോഷൂട്ടിനും ക്രിസ്മസിനും ഒക്കെ വാങ്ങിച്ചത് വെച്ചിട്ടാണ് ഞങ്ങളൊരു പുൽക്കൂട് ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ബൈ.